ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ബോട്ടിലൊക്കെ ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരം സാധാരണ ന്യൂസ് പേപ്പറൊക്കെ ആണെങ്കിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. അങ്ങനെ ബോട്ടിൽ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ബ്ലൂ കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് ബ്ലൂ അല്ല, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്ത ശേഷം അത് നന്നായിട്ട് ഡ്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്തവണ എഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു 3-4 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കത്രികയും കൊണ്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എഗ് ട്രേ കയ്യിലില്ലാത്തവർക്കാണെങ്കിൽ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡിൻ്റെ പീസില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുമ്പോൾ കിട്ടുന്ന കട്ടി കുറഞ്ഞ ബോക്സുകളുണ്ടാവില്ലേ, അതിൻ്റെ ഓരോ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ഇതുപോലത്തെ ഒരു 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും ഇതളുകൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണത്തിൽ 5, പിന്നെ അടുത്തതിൽ 4, പിന്നെ 3, 2, 1 അങ്ങനെയാണ് കേട്ടോ ഇതളുകൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇതളുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 ഇതളുള്ള പീസ് എടുത്തിട്ട് ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇനി നമുക്ക് ഒറ്റ ഇതളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ചെറിയ പീസ് അതിനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ബാക്കിയുള്ള പീസും കൂടെ ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 5-6 ഫ്ലവറും കൂടെ ഞാൻ വേറെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കിയ ഫ്ലവറൊക്കെ ഇനി നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കണം എന്നില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ എഗ് ട്രേ വെച്ചിട്ട് കുറച്ച് ഇലയുടെ ഷേപ്പിൽ ഇതുപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ആ ഫ്ലവറിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. അവിടെ ചെറിയ ചെറിയ ക്യാപ്പ് പോലെയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ബോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ കല്ലും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. നിങ്ങൾക്ക് കല്ലിന് പകരം വേണമെങ്കിൽ എന്തെങ്കിലും ചരടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് കൊടുത്ത ആ ഫ്ലവറിനും മുകളിൽ ഒട്ടിച്ച് കൊടുത്ത കല്ലിനും ഒക്കെ ഒന്ന് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലവറിനൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബോട്ടിലിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഫ്ലവറിന് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫ്ലവറിൻ്റെ സൈഡിൽ കൂടി ചെറുതായിട്ടൊരു റോസ് കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് ബോട്ടിൽ ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കാം. ഞാൻ അധികം ഒന്നും ഗോൾഡൻ കളർ കൊടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ബോട്ടിലിനും ഫ്ലവറിനും ബ്ലൂ കളർ തന്നെ കൊടുത്തുകൊണ്ട് ആ ഫ്ലവറിനൊരു ഭംഗി തോന്നുന്നില്ല. അപ്പം ഞാൻ കുറച്ച് റോസ് കളറും കൂടെ ആ ഫ്ലവറിനൊക്കെ ഒന്നും കൂടെ കൊടുക്കുകയാണ്. കുറച്ചും കൂടെ റോസ് കളർ എടുത്ത് കാണിക്കുന്ന രീതിയിൽ കൊടുത്തിട്ട് ബോട്ടിലിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലും ചെറുതായിട്ടൊന്ന് റോസ് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റ് പാർട്ടിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.